2024 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അസാധുവാക്കണമെന്ന ഹർജി രൂക്ഷ വിമർശനത്തോടെ തള്ളി ബോംബെ ഹൈക്കോടതി. പോളിംഗ് സമയം കഴിഞ്ഞും 76 ലക്ഷം വോട്ടുകൾ പോൾ ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. നേരത്തെ പ്രതിപക്ഷ നേതാവ് രാഹുലാണ് ഈ ആരോപണത്തിന് തുടക്കമിട്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും എതിരായ കോൺഗ്രസ് ആക്രമണത്തിന്റെ കുന്തമുനയായിരുന്നു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം. പോളിംഗ് സമയം കഴിഞ്ഞും 76 ലക്ഷം വോട്ടുകൾ പോൾ ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയായിരുന്നു ആരോപണത്തിന് തുടക്കമിട്ടത്. എന്നാൽ സമാനമായ കാര്യമുന്നയിച്ച് ബോംബെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി രൂക്ഷ വിമർശനത്തോടെ ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുകയാണ്. പോളിംഗ് ബൂത്തിൽ ക്രമക്കേട് നടന്നതിന് തെളിവ് ഹാജരാക്കാൻ ഹർജിക്കാരന് സാധിച്ചില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ബൂത്ത് അടിസ്ഥാനത്തിൽ ആധികാരികതയുള്ള വിവരങ്ങൾ ഹർജിയിൽ ഇല്ല. അടിസ്ഥാനരഹിതമായ വാദം ഉന്നയിക്കരുതെന്നും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശുദ്ധിയും EVMകളുടെ സുതാര്യതയെയും ഹർജിക്കാരൻ സംശയമുനയിൽ നിർത്തുന്നതായും കോടതി കുറ്റപ്പെടുത്തി. അർദ്ധശൂന്യവും നിരാശയിൽ നിന്നും ഉടലെടുത്തതുമായ വാദങ്ങളാണ് ഹർജിക്കാരന്റേതെന്നും കോടതി തുറന്നടിച്ചു. അനാവശ്യ ഹർജി കാരണം കോടതിയുടെ ഒരു ദിവസം മുഴുവൻ പാഴായെന്നും ഹർജിക്കാരന് പിഴ ചുമത്തേണ്ടതാണെന്നും കോടതി നിരീക്ഷിച്ചു. ജസ്റ്റിസുമാരായ GS കുൽക്കർണി, ആരിഫ് ഡോക്ടർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. മുംബൈ സ്വദേശിയായ ചേതൻ അഹിരെയാണ് ഹർജി നൽകിയത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ഉന്നയിച്ച സംശയങ്ങൾ കോടതി പരിഹരിച്ചെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ പ്രതികരിച്ചത്. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.